എന്നെക്കൊണ്ട് എന്ത് ചെയ്ത് കാണിക്കാൻ പറ്റും. ഈ ഒരു ഫാഷൻ ഷോ ഒക്കെ ആണെങ്കിൽ ലക്ഷങ്ങളുടെ സ്പോൺസർഷിപ്പ് വേണം. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്ത് പറ്റും. ഇൻഡസ്ട്രിയിൽ ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ജൂട്ടാണ്. സാക്ക് കൊണ്ടുള്ള ഡ്രസ്സാണ്. അതിന് എക്സാമ്പിളാണ് ഈ ടൈപ്പ് ഡ്രസ്സുകൾ. ഈ ടൈപ്പ് ഡ്രസ്സാണ് ഫസ്റ്റ് ടൈം ഞാൻ ഇന്ത്യയിൽ സ്ട്രീറ്റ് ഫാഷൻ ഷോ എന്നുള്ള കൺസെപ്റ്റിൽ ഇറക്കുന്ന ഡ്രസ്സ്. ആ ഡ്രസ്സ് ആദ്യമായിട്ട് 22 മോഡൽസിൽ മെയിൽ മോഡൽസിൽ വെച്ചിട്ടാണ് അന്ന് ഈസ്റ്റ് പോസ്റ്റ് പാളയം ചെയ്തത്. അതിനുശേഷം യാതൊരു രീതിയിലുള്ള ഒരു ഇതും എനിക്ക് കിട്ടില്ല, ഒരു ഫീഡ്ബാക്കോ ആരെന്നുള്ള കാര്യമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ മീഡിയാസാണ്. നിങ്ങളുടെ എല്ലാ മീഡിയാസിൽ നിന്നും മാക്സിമം നല്ല സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോഴത്തെ ഷോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കംപ്ലീറ്റും ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലാസ്റ്റിക് കവറുകൾ, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, ഐസ്ക്രീം സ്പൂൺസ്, പിന്നെ ഐസ്ക്രീം കപ്പുകൾ, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ട്, പ്ലാസ്റ്റിക് ക്ലോത്ത്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ സ്ട്രോ, പിന്നെ പെപ്സി ക്യാൻ, പെപ്സിയുടെയൊക്കെ നമ്മുടെ 7-അപ്പിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ അത്, പിന്നെ 7-അപ്പിൻ്റെയും മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ബിങ്കോ. ഇത് എൻ്റെ കൂടെ നിൽക്കുന്ന ഇവർ ഞങ്ങൾ റോഡ് നീളെ കിടന്ന് ഉള്ളി പറിക്കുന്നത് ഒറ്റ മനുഷ്യരും സന്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഫാഷൻ ഡിസൈൻ എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ വന്ന് എനിക്കൊന്നും ആവണ്ട, പക്ഷേ ഒരു ഫാഷൻ ഡിസൈൻ ആവണം, എനിക്കൊരു പേരുണ്ടാവണം, അത്ര ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ ആരും കാശ് കൊടുത്ത് വരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും എന്നെ ഹെൽപ്പിന് വേണ്ടി മാത്രം വന്നതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുനിൽ, അവനാണ് ഇതിൻ്റെ 27 ഫോലോ എൻ്റെ ഇവൻറ്റ്സ് നടത്തുന്നത്. അവൻ്റെ കാശുണ്ടാവും കംപ്ലീറ്റ്. എൻ്റെ പെർമിഷനൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. മാക്സിമം എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. ഗൾഫിൽ നിന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ 2000-1000 രൂപയൊക്കെ വെച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാശില്ലാത്തത്. കാരണം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞൊരു സമയത്തിൽ കാലുവായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഷോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാം എന്നല്ലാതൊന്നും ഗുണമില്ല. നീ പ്ലാസ്റ്റിക് നാട് നീളം നുള്ളിപ്പറക്കി, ഞാൻ റോഡ് നീളെ ഈ പ്ലാസ്റ്റിക് നുള്ളിപ്പറക്കുന്ന സമയത്ത് കളിയാക്കിയില്ലായിരുന്നു. ഇതുകൊണ്ട് എന്ത് ഗുണം? ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പറ്റും, എന്നെ കൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലിറങ്ങിയത്. ഇത് ഒരിക്കലും ഞാൻ എറണാകുളം ചെയ്യാമെന്ന് വിചാരിച്ചില്ല. സുനിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. സുനിലാണ് 27 ഫോലോയുടെ MD. മോഡൽസ് ടോട്ടൽ 32, കോസ്റ്റ് 75, എബവ് 75. ഓക്കെ, എല്ലാവരും ഇറങ്ങിക്കാൻ പറഞ്ഞതാണ്.